CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നന്ദി ഹിൽസിനെ കുറിച്ചാണ്. കർണാടക തലസ്ഥാനമായ ബാംഗ്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ നന്ദി ഹിൽസ്. ഇത് ബാംഗ്ലൂരിലെ ഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 52 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1479 മീറ്റർ ഉയരമുണ്ട് ഈ ഒരു നന്ദി ഹിൽസിന്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 32 കിലോമീറ്ററോളം മാറിയാണ് ഈ നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 55 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ നന്ദി ഹിൽസിന്. ഈ നന്ദി ഹിൽസിൻ്റെ മലയടിവാരത്തിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് മുകളിൽ കയറിയിട്ടാണ് ഈ ഒരു നന്ദി ഹിൽസിൻ്റെ പ്രധാന കവാടം പ്രവേശന കവാടത്തിലെത്തുന്നത്. ഞങ്ങളിപ്പം അവിടെ ചെന്നപ്പോൾ നമുക്ക് മുകൾ ടീം മെയിൻ കവാടത്തു നിന്ന് മുകളിലോട്ട് വാഹനങ്ങൾ കടത്തി വിടത്തില്ല. താഴെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ നിന്ന് ചെറിയൊരു ഫീസുണ്ട്. ഫീസ് കൊടുത്തിട്ടാണ് ഏകദേശം 15 രൂപയാണെന്ന് തോന്നുന്നു, അത്രയായിരുന്നു, മറന്നുപോയി. 15 രൂപയോളമാണ് അവിടെ കൊടുത്തിട്ട് നമുക്ക് ഈ മുകളിലോട്ട് നടന്നു പോകാം. പിന്നെ അല്ലാതെ അവിടെ 60 രൂപയാണെന്ന് തോന്നുന്നു ഒരു ബസ് ടിക്കറ്റ് മീൻസ് ഫോറസ്റ്റിൻ്റെ ഒരു വാഹനമുണ്ട്, ബസ്. അതിൽ വേണമെങ്കിൽ നമുക്ക് മുകളിൽ പോകാം. തിരിച്ച് ബസ്സിൽ വേണമെങ്കിൽ അതിനകത്ത് തന്നെ തിരിച്ച് വരികയും ചെയ്യാം. അതിന് വേറെ ടിക്കറ്റ് എടുക്കണം. പക്ഷേ നടന്ന് കയറുന്നതാണ് നല്ലത്. നടക്കാനുണ്ടെങ്കിലും നടന്ന് കയറിയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ട് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ടാർട്ടർ റോഡും ഉണ്ട്, അല്ലാതെ ഒരു നടപ്പാത, നമുക്കിപ്പം ഈ വന്ന വഴി കണക്കുള്ള നടപ്പാത, ഈ പാറ വെട്ടി കണക്ക് അങ്ങനത്തുള്ള സ്റ്റെപ്സ് മുകളിലോട്ട് കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റെപ്സ് വഴിയാണ് മുകളിലോട്ട് കയറിയത്. ഞങ്ങൾ റോഡ് വഴി കയറാതെ സ്റ്റെപ്സ് വഴി. നമ്മൾ ലാസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഇത് കണ്ട് തീരുന്നതാണ് ഈ ഒരു പോയിൻ്റ്. ഈ ഇവിടെ വ്യൂ പോയിൻ്റാണ് ഇത്. ഏറ്റവും ലാസ്റ്റ് റോഡിലൂടെ നടന്ന് കയറി കണ്ട് ഓരോ സ്ഥലം, അതിനകത്ത് തന്നെ കുറേ കാഴ്ചകളുണ്ട്. അതൊക്കെ കണ്ട് ഏറ്റവും അവസാനം എത്തുന്നതാണ് ഈ ഒരു വ്യൂ പോയിൻ്റ്. അത് വേണമെങ്കിൽ തിരിച്ചും നമുക്ക് ഇങ്ങനെ ഈ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അപ്പം ഞങ്ങൾ ആദ്യം ഈ വ്യൂ പോയിൻ്റ് കാണാനാണ് വന്നത്. സ്റ്റെപ്സ് കണ്ട് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മൾ സ്റ്റെപ്സ് കണ്ട് നേരെ ആ സ്റ്റെപ്സ് വഴി കയറിയപ്പോഴാണ് ഈ വ്യൂ പോയിൻ്റിലെത്തിയത്. വ്യൂ പോയിൻ്റിൽ നിന്നുള്ള ദൃശ്യമാണിത്. ഇവിടെ നല്ല കാറ്റാണ്. എപ്പോൾ വന്നാലും ഏകദേശം നല്ല തണുപ്പും നല്ല രീതിയിലുള്ള കാറ്റുമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ടിക്കറ്റ് ചാർജ് 15 രൂപയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ആ മെയിൻ എൻട്രി അവിടെ കയറുമ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ബസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ബസ് ചാർജ് ഒരാൾക്ക് 10 രൂപ വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4 പേര് 40 രൂപയായിരുന്നു. അപ്പോൾ ഞാനത് മറന്നുപോയി. ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് നമ്മൾ ടിക്കറ്റ് എഴുതി വെച്ചിട്ട് ചാർജ് ഉണ്ട്. ഇത് അതിൻ്റെ മുകളിൽ കാണുന്നൊരു അമ്പലമാണ്. അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇതിന് മുകളിലായിരുന്നു ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു സുൽത്താൻ തൻ്റെ വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിച്ചിരുന്ന കൊട്ടാരം ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് വിസിറ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് അടുത്ത ഒരു സൈറ്റിലോട്ട് പോകേണ്ട ഒരു ഇതുണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ ആ കൊട്ടാരം വിസിറ്റ് ചെയ്യാൻ നിന്നില്ല. നമ്മൾ ഇത് മുകളിൽ കയറി ആ വ്യൂ പോയിൻ്റിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ക്ഷേത്രവും കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് സൺറൈസ് വ്യൂ പോയിൻ്റ് കാണുന്നത്. ഇവിടെ നിന്ന് രാവിലെ സൺറൈസ് കാണാൻ സാധിക്കും. ഞങ്ങൾ സൺറൈസ് കാണാനുള്ള പ്ലാനിലൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ രാവിലത്തെ തണുപ്പ് കാരണം അങ്ങ് ഇച്ചിരി കൂടെ കിടന്ന് ലേറ്റായിപ്പോയി. അപ്പം നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോൾ ചെന്നാലും ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നന്ദി ഹിൽസിൻ്റെ താഴ്ഭാഗത്ത് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ദൂരത്ത് മാറിയിട്ട് ഞങ്ങളൊരു റൂം എടുത്തിട്ടാണ്. പക്ഷേ റൂമൊക്കെ അതിനു വേണ്ടി ചാർജുള്ള ഒന്നും റൂമുകളല്ല. എല്ലാം നല്ല വൃത്തിയുള്ള റൂമുകളൊക്കെ 1000 രൂപ 1500 രൂപ റേഞ്ചിലൊക്കെ നല്ല നല്ല മുറികളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് അന്വേഷിക്കണം. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവിടെ 3000-4000 ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ 1000 ഉണ്ട്, 1500 ഉണ്ടായിരുന്നു. അപ്പം അതൊരു റൂമിൻ്റെ വലുപ്പം അനുസരിച്ചാണ്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലെ വ്യൂ പോയിൻ്റ്, സൺറൈസ് വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു നന്ദി വിഗ്രഹവും ചെറിയൊരു അമ്പലവും കാണാം. ഇതാണ് നന്ദി വിഗ്രഹം. ഇതിൻ്റെ പുറകുവശത്തായിട്ട് വലിയൊരു മല കാണാം. അതിനുള്ളിൽ ഒരു ഗുഹയുണ്ട്. പഴയൊരു ഗുഹയാണ്. അതിനകത്ത് കയറാൻ കഴിയും. അത് ചെറിയൊരു വാതിലൊക്കെ ഉണ്ട്. ബ്രഹ്മാശ്രമം എന്നാണ് ആ ഒരു ഗുഹയ്ക്ക് ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ ഇതാണ് ഗുഹയ്ക്കകത്ത് നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ. ആ ഗുഹയ്ക്കകത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേങ്കിൽ ഒരു ഇരുട്ട് കാരണമൊന്നും വലുതായിട്ട് വ്യക്തതയില്ല. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ മുകളിലൊരു ടെമ്പിൾ ഉണ്ടെന്ന്. ആ ടെമ്പിളിൻ്റെ പേര് യോഗനന്ദീശ്വര ടെമ്പിൾ എന്നാണ്. നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെയും ആ സൺറൈസ് വ്യൂ പോയിൻ്റെയും ഇടയ്ക്കായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് ഏറ്റവും ടോപ്പിലാണ് ആ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ ആ പറഞ്ഞ ബ്രഹ്മാശ്രമത്തിൻ്റെ ആ ഒരു ഗുഹയുടെ പുറത്തുള്ള ആ ഒരു പാറയാണ്. ഈ ഒരു പാറയുടെ കീഴിലാണ് ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമ്മൾ പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനൊരു പോയിൻ്റ് കാണാം. ഇവിടെ പാവ്ഡ് പാത്ത് ടിപ്പു ആർമി എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അന്നത്തെ കാലത്ത് ഈ വെള്ളം സംഭരിച്ചിട്ട് ഈ ഒരു
കിണർ കണക്ക് കാണുന്നതിനകത്ത് വെള്ളം സംഭരിച്ചിട്ട് ഇത് ഈ പാലാർ റിവറിൻ്റെ ഒരു ഉത്ഭവസ്ഥാനമാണ്. അവിടുത്തെ ഒരു റിവറിൻ്റെ ഉത്ഭവസ്ഥാനമാണ്. അപ്പോൾ ഞാനപ്പം ഇവിടെയൊക്കെ കണ്ടിട്ട് അതിൻ്റെ താഴോട്ടൊന്ന്, കാരണം മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഗുഹ കണക്കും അതിനകത്തൊരു ശിവലിംഗവും കണക്ക് തോന്നി. അപ്പോൾ അത് നമ്മൾ താഴോട്ട് ഇറങ്ങി നോക്കാൻ തീരുമാനിച്ച്. അങ്ങനെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് താഴോട്ടൊരു കൽപ്പടമുണ്ട്, അത് നമ്മൾ താഴോട്ട് ഇറങ്ങിച്ചെന്ന്. അപ്പോൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയൊക്കെ ഇതായിട്ട് കിടക്കുകയാണ്. ആ വെള്ളമൊക്കെ ഇപ്പോൾ ഒരു വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ താഴോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ ഇത് കണക്ക് കണ്ട് പിന്നെ ഈ സൈഡിൽ കൂടെ നമ്മൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ ഈ ഒരു ഗുഹ കണക്കത്ത് അതിനകത്ത് ശിവലിംഗമുണ്ട്. പക്ഷേ അവിടെ പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നറിയാൻ വയ്യ, അല്ലാതെ ഇതേ ഒരു അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിനകത്താണ് ആ ഒരു വാട്ടർ സോഴ്സ് ഇതെല്ലാം കൂടി വന്നിട്ട് ഈ പറഞ്ഞ ഒരു റിവറിൻ്റെ ഒരു സോഴ്സ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നടുക്കൊരു ഇതിനൊക്കെ പഴയകാല രാജാക്കന്മാർ കാലത്തൊരു സ്തൂപവും അതിന് മുകളിൽ എന്തോ ഉണ്ടായിരുന്നതായിരിക്കാം, വല്ല അതിൻ്റെ പഴയകാല അതിൻ്റെ സിമ്പലോ വല്ലതും ഉണ്ടായിരുന്നിരിക്കാം, അറിയാൻ വയ്യ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിനകത്താണ് ഈ ഒരു ഇവിടെ നിന്നെല്ലാം ഒലിച്ചു വരുന്ന വെള്ളം, മേൽ ഭാഗത്തുള്ള ഒലിച്ചു വരുന്ന വെള്ളം ഇതിനകത്ത് സോഴ്സ് ഇട്ടിട്ട് ഇവിടെ നിന്നാണ് പാലാർ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സോഴ്സ് ഓഫ് പല്ലാർ റിവർ ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി 2,28,000 ലിറ്റേഴ്സ്, അത്രയും വാട്ടർ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഇത് കാണാം. ഇതാണ് നെഹ്റു നിലയം. ഈ ഒരു ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ്. ഈ ഒരു ബംഗ്ലാവിന് നെഹ്റു നിലയം എന്ന് പേര് വരാൻ കാരണം നമ്മളുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ഈ ഒരു ബംഗ്ലാവിൽ കുറച്ച് സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു. നന്ദി ഹിൽസിൻ്റെ മുകളിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടൂറിസ്റ്റ് സൈറ്റാണ് ഈ ഒരു നെഹ്റു നിലയം. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ മൈസൂർ കമ്മീഷണറായിരുന്ന സർ മാർക്ക് ക്യുബൻ തൻ്റെ സമ്മർ സമയങ്ങളിൽ ഇവിടെ ഈ ഒരു ബംഗ്ലാവിൽ ചിലവഴിച്ചിരുന്നു. പിന്നെ വേറൊരു ഹിസ്റ്ററി ഉള്ളത്, ഈ ഒരു നെഹ്റു നിലയത്തിൽ വെച്ചാണ് 1986 സാർക്ക് ഉച്ചകോടി നടന്നത്. ഇപ്പോൾ ഈ നെഹ്റു നിലയ യൂസ് ചെയ്യുന്നത് ഒരു ഹോട്ടലായിട്ടാണ്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് വിളിച്ച് മുൻകൂർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ നിന്നുള്ള മുകളിലോട്ടുള്ള റോഡിലൂടെ നമ്മളുടെ വണ്ടി കടത്തിവിടുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ വണ്ടിയിൽ വരാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഫോറസ്റ്റിൻ്റെ ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്സ് വഴി നടന്നു കയറിയോ വരണം. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഇവിടെ പറഞ്ഞല്ലോ, ഏത് സമയവും ഏകദേശം നല്ല തണുപ്പാണ്. കാരണം നല്ല ഉയരത്തിലാണ് ഈ ഒരു നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബംഗ്ലാവിൻ്റെ ചുറ്റും നല്ല അടിപൊളി പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പൂന്തോട്ടമാണ്, കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. എല്ലാം ഇവരുടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. കാരണം ഇവിടെ എല്ലാം ഉണ്ട്. ഈ ബംഗ്ലാവിൻ്റെ മുകളിലും ഈ ഒരു പരിസരത്തിനും ഗാർഡനിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ഈ വാഹനമായിട്ട് മുകളിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വെളുപ്പിനെ എണീറ്റ് പോയി ആ സൺറൈസ് വ്യൂ പോയിൻറ്റിൽ നമുക്ക് ആ സൺറൈസ് കാണാൻ പറ്റും. പിന്നെ തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സൈറ്റാണ്. കാരണം ഏത് സീസണിൽ വന്നാലും നല്ല തണുപ്പാണ്. ഞങ്ങളിവിടെ ചോദിച്ചിരുന്ന ഒരു സീസണായിട്ട്, അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഏത് സീസണിലും ആൾ വരാറുണ്ട്, അങ്ങനെ ഇന്ന ഇതൊന്നുമില്ല. എന്നാലും അവധി സമയങ്ങളിൽ ഇച്ചിരി കൂടുതലായിരിക്കും, വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മുൻവശം. നമ്മൾ കറങ്ങി എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു നെഹ്റുജിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ഒരു പ്ലേസായി. അപ്പോൾ കാരണം ഞങ്ങൾ ഹൈദരാബാദിൽ പോയി അവിടെ നിന്ന് നേരെ ഹൈദരാബാദ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അടുത്ത സൈറ്റായ KGFിലേക്കായിരുന്നു. അതിനുശേഷം നമ്മൾ വന്നതാണ് ഈ നന്ദി ഹിൽസ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഹംപിയിലോട്ടാണ് യാത്ര തുടർന്നത്. അപ്പോൾ അവിടുത്തെ ഹംപിയിലെ കാഴ്ചകളെല്ലാം നമ്മൾ എപ്പിസോഡുകളായിട്ടായിരിക്കും ഇനി ഇടുന്നത്. അപ്പോൾ ഇത് ഒരു നന്ദി ഹിൽസിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് മുകളിൽ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നവർ കാണുക, അത് ആസ്വദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.